ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാൻ പറ്റുട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ടുള്ള വെല്ലുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താൽ കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് എൻ്റെ താത്തയാണ് കേട്ടോ. അത് താത്തയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ അതാ അരിഞ്ഞ് വെച്ച സവാള എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പരത്തിയിട്ട ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്ന അതിൻ്റെ അത്ര ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ നമ്മൾക്ക് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. കാരണം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചീൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ അടി പിടിച്ച പോലെ തോന്നുന്നത്. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ അതൊന്ന് ശരിയാവും കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് ഉടഞ്ഞ് വരും. അപ്പോഴാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് തീ സിമ്മിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ, പൊടിയുടെയൊക്കെ ഒരു മണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തീ സിമ്മിലിടാൻ ശ്രമിക്കുക. കാരണം പൊടി ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുകയോ കരിയൊക്കെ ചെയ്യും. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയ്ക്ക് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാവരും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടി പിടിച്ചൊക്കെ ഒന്ന് ഉടഞ്ഞ് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കല്ലുപ്പാണ് താത്ത ചേർത്ത് കൊടുത്തിരിക്കുന്നത്. താത്ത കല്ലുപ്പിൻ്റെ അളവൊക്കെ അറിയുന്നതുകൊണ്ട് അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കൂർക്കയാണ്. കൂർക്കയും അതേപോലെ ഉരുളക്കിഴങ്ങും ഉണ്ട്. അത് രണ്ടുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്താൽ. അപ്പോൾ അതിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടില്ല, ഇപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി തീയൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉരുളിയിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പരത്തിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറേയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെ വട്ടുള്ള പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എല്ലാവരുടെയും ഒന്ന് ഉപ്പും എരിവും എല്ലാ കഷ്ണത്തിലും പിടിക്കാനും, അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കഷ്ണവും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം ഇത് അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മല്ലിയിലേൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. അടിപൊളി ചിക്കൻ കറിയാണ്. ഇനി താത്ത ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, തീ ഇപ്പോൾ സിമ്മിലിട്ടിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയെല്ലാം സെറ്റായ ശേഷം ലാസ്റ്റ് നമ്മൾ ഈ ഒരു പൊടികളും അതുപോലെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതാ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കുന്നില്ല, നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അതിലിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് വിളമ്പുന്ന നേരത്ത് മാത്രം തുറന്നിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കറിയൊന്നും ഇല്ലാതെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന നല്ലൊരു മസാലയോടുകൂടി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. പലഹാരങ്ങളുടെ ഒപ്പമാണെങ്കിലും ചോറിൻ്റെ ഒപ്പമാണെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അധികം കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല മസാലയോടുകൂടി ഉള്ളതുകൊണ്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.